എനിക്കിപ്പോൾ ആ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അൻസിബ ലാഘവത്തോടു കൂടിയിട്ട് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ എന്താണ് അതിനെക്കുറിച്ച് എനിക്ക് ഇപ്പം പറയാനായിട്ട് പറ്റില്ല മോളെ. ഐ എം സോറി. ഈ 3 മണിക്കൂർ അൻസിബയെ ഹിൽപാല സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഹരാസ് ചെയ്തു എന്നാണ് മനസ്സിലായത്. അൻസിബയുടെ സംസാരത്തിൽ അൻസിബയുടെ ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം നിങ്ങൾ പൊതുസമൂഹം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്ന 2 വാക്കുകളാണ്. അൻസിബ യൂഷ്വൽ ആണ്. നമ്മളൊക്കെ അൺയൂഷ്വൽ പദങ്ങളായിട്ട് വെക്കുന്ന 2 വാക്കുകൾ അൻസിബ വളരെ യൂഷ്വൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് അവിഹിതം എന്ന പദം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാവും. അവിഹിതം പറഞ്ഞു, അവിഹിതം ചേർത്ത് പറഞ്ഞു എന്ന് പറയും. നമ്മളൊക്കെ നിത്യജീവിതത്തിൽ ഒരിടത്തും ഉപയോഗിക്കാത്തൊരു പദമാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അത്ര ഒരു കാര്യം വരുമ്പോൾ മാത്രം പറയട്ടെ. അടുത്തത് ഹരാസ്മെന്റ്. ഈ ഹരാസ്മെന്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അൻസിബ ഉദ്ദേശിക്കുന്ന ഹരാസ്മെന്റ് എന്ന് പറയുന്നത് വളരെ പീഡനം ഏൽപ്പിച്ചു എന്നല്ലേ പറയേണ്ടത്? ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാനല്ല അതിന് ഉത്തരം പറയേണ്ടതും സമാധാനം പറയേണ്ടതും. അത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിന് മറുപടി പറയേണ്ടത്. അൻസിബയുടെ കൂടെ അന്ന് 2 ജേർണലിസ്റ്റുകളായ സുഹൃത്തുക്കളാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അന്നത് എനിക്ക് ഈ സ്റ്റേഷനിൽ നിന്നും ഹരാസ്മെന്റ് നേരിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അൻസിബ അന്ന് അത് വാർത്തയാക്കിയിട്ടില്ല? അതല്ലെങ്കിൽ ഇവർക്ക് പരാതിപ്പെടാലോ. ഈ പോലീസ് ഓഫീസേഴ്സിനെതിരെ ഹയർ ഓഫീസേഴ്സിന്റെ അടുത്ത് പരാതിപ്പെടാലോ. അത്തരം പരാതികളൊന്നും അന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഹരാസ്മെന്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനല്ല പറയേണ്ടത്, അത് കേരള പോലീസാണ് പറയേണ്ടത്. അത് അതിന്റെ ഉത്തരം അവര് പറയട്ടെ, എനിക്കറിയില്ല. താങ്കളുടെ പരാതി സ്റ്റേഷനിൽ കൊടുത്ത പരാതി അൻസിബയുടെ മെസ്സേജ് കാരണം താങ്കൾക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായി അതായിരുന്നു താങ്കൾ കൊടുത്ത പരാതി. അങ്ങനെ തന്നെയാണ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അൻസിബ പറയുന്ന കാര്യം അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനല്ലേ കേസെടുക്കേണ്ടത്? അതൊക്കെ ഉണ്ടാവും. അതൊക്കെ എനിക്ക് മീഡിയയിൽ പറയേണ്ട കാര്യമില്ല. അത് തികച്ചും എന്റെ വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അൻസിബയും ഞാനും മാത്രമായിട്ടുള്ള വിഷയം മാത്രം നമ്മൾ പറഞ്ഞാൽ പോരെ. എനിക്ക് ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടായിട്ടുണ്ടോ, അതിൽ എൻ്റെ ഹസ്ബൻഡിന്റെ പേരിൽ എന്ത് നടപടി പോലീസ് എടുത്തു, ഇല്ലെങ്കിൽ നടപടി ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഞങ്ങളെ മാത്രം എൻ്റെ കുടുംബത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യമാണ്. അത് എനിക്ക് അൻസിബയോട് ഉത്തരം പറയേണ്ട കാര്യമല്ല. അൻസിബ എൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയല്ല, എൻ്റെ മകളല്ല, എൻ്റെ സഹോദരിയല്ല, എൻ്റെ വീട്ടിലുള്ള ഒരു വ്യക്തിയല്ല, എൻ്റെ ആരുമല്ല. അൻസിബ ഇപ്പൊ എന്റെ സുഹൃത്ത് പോലും അല്ല ശരിക്കും പറയാം അല്ലേ. അപ്പൊ പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാ അത്തരം കാര്യങ്ങൾക്ക് ആൻസർ ചെയ്യണം? അത് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് എന്റെ വ്യക്തിപരമായ കാര്യമല്ലേ. അത് അറിഞ്ഞിട്ട് പൊതുസമൂഹത്തിന് യാതൊരു ഇതും ഇല്ലാത്തൊരു കാര്യമാണ്, പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ്. അത് അറിയോ അറിയാതിരിക്കുകയോ ചെയ്തിട്ട് എന്നെ അത് ബാധിച്ചത് കൊണ്ടാണല്ലോ ഞാൻ പോയിട്ട് അങ്ങനെ ഒരു കംപ്ലൈന്റ് കൊടുത്തത്. മനസ്സിലായില്ലേ? എന്നെ അത് വളരെ വളരെ ഭീകരമായിട്ട് ബാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യേണ്ടി വന്നത്. അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ. സ്ത്രീകൾക്ക് യാതൊരു നീതിയും ലഭിക്കില്ല എന്നാണ് ഇപ്പോഴും മനസ്സിൽ ആവർത്തിച്ച് പറയുന്നത്. ഇപ്പോഴും നമ്മൾ സംബന്ധിച്ചിട്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഭരണസമിതി രാജിവെക്കണം എന്നുള്ള ഒരൊറ്റ നിലപാടിലാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നേരത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ ചെയ്തതെല്ലാം ജനറൽ സെക്രട്ടറി ആണെന്നാണ് നേരത്തെ ആവർത്തിച്ച് പറഞ്ഞത്. പക്ഷെ അൻസിബ നേരെ തിരിച്ചാണ് പറയുന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ്. അൻസിബയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളും കാര്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് ഏറ്റവും ആദ്യം ചൂണ്ടിക്കാണിച്ചിരുന്ന വ്യക്തികളിൽ ഒരു വ്യക്തി അൻസിബയുമാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അൻസിബ വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ കാലിബറുള്ള, വളരെ മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി തന്നെയാണ്. അൻസിബ സത്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഈ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന ജെൻഡറിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഈ ശാരീരികപരമായിട്ട് സ്ത്രീക്ക് പുരുഷന്റെ അത്രയും കാര്യശേഷി ഇല്ല എന്നൊഴിച്ചാൽ സ്ത്രീയും പുരുഷനും ഒക്കെ വ്യക്തികളായിട്ട് അടയാളപ്പെടുത്തണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അല്ലെ ഈ സ്ത്രീ സമത്വം, അതായത് പുരുഷന്മാർക്ക് അപ്പൊ അഭിമാനം ഇല്ലേ? പുരുഷന്മാർക്ക് ആത്മാഭിമാനം ഇല്ലേ? പുരുഷന്മാർക്കും ആത്മാഭിമാനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു ടിനി ടോമിനെയോ, ഒരു സിജോയ് വർഗീസിനെയോ, ഒരു കൈലാഷിനെയോ, ഒരു റോണിയോ, ഒരു ഉണ്ണി ശിവപാലിനോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. പുരുഷന്മാർക്കും അന്തസ്സുണ്ട്. പുരുഷന്മാരുടെ ആത്മാഭിമാനവും ഈ സംഘടന എന്നല്ല പൊതുസമൂഹം വാല്യുബിൾ ആയിട്ട് കാണണം. അല്ലാതെ ഒരു സ്ത്രീപക്ഷ കാർഡ് എടുത്തു ഒരു വിമൻസ് കാർഡ് അങ്ങോട്ടിട്ടാൽ എന്തുമാകും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. ഇത് ജെൻഡർ ഇക്വാലിറ്റി ഉള്ള ഒരു സംഘടനയാണ്. ജെൻഡർ നോക്കിയിട്ടല്ല ഈ സംഘടനയിലേക്ക് അംഗങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തന്നെ ഇപ്പൊ ഇരുന്ന് പറഞ്ഞു അൻസിബയ്ക്കെതിരെ ആരെങ്കിലും ആവട്ടെ അൻസിബയ്ക്കെതിരെ മറ്റൊരാളെ ചേർത്ത് വെച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു. അൻസിബയിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നെ പറ്റി
അവിഹിതം പറഞ്ഞു പരത്തുന്നു. അത് ടിനി ടോം പറഞ്ഞു വരുത്തുന്നു എന്നല്ലേ സഹോദര അൻസിബ പറഞ്ഞത്? ടിനി ടോം അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് നിങ്ങൾ പറയുന്നു. കാരണം നിങ്ങൾ പറയുന്നു, ടി. ടോം പറയുന്നു. ഞാൻ പറയാം, വേണം, തീർച്ചയായിട്ടും വേണം. അന്വേഷണം പറ്റില്ല എന്നല്ലേ പ്രസിഡന്റ് പറയുന്നത്? എന്തിന് നിങ്ങളുടെ പ്രസിഡന്റ് പറയുന്നത്? ആ അന്വേഷണം പറ്റില്ല എന്ന് വെച്ചാൽ ഞങ്ങൾക്കിടയിൽ അത് അന്വേഷിക്കാമല്ലോ. ഞങ്ങൾ ഈസി അന്വേഷിക്കും തീർച്ചയായിട്ടും. അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി ഒരു എൻക്വയറി കമ്മീഷനെ വെച്ച് സംഘടനയുടെ കാശ് ചെലവാക്കാൻ ഞങ്ങൾ ആരും തയ്യാറല്ല. അത് ഈസി മുൻപ് എടുത്ത എന്റെ വിഷയത്തിൽ വന്നപ്പോഴേ എടുത്ത തീരുമാനമാണ്. അങ്ങനെ ചെലവാക്കാനായിട്ട് പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒരാളെ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാർ പറയുന്നുണ്ടോ എന്ന് ഞങ്ങൾ തന്നെ അന്വേഷിക്കട്ടെ. ഞങ്ങൾ അന്വേഷിക്കും, തീർച്ചയായിട്ടും അന്വേഷിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കാര്യത്തിൽ ഓൾറെഡി ഞങ്ങൾ അന്വേഷണം വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തെളിവെടുത്ത് കഴിഞ്ഞു ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതും ഞങ്ങൾ കൊണ്ടുവരും. ഈ ജനറൽ ബോഡിക്ക് ഇനി ആകെ ഒരു മാസത്തിൽ താഴെ സമയമേ ഉള്ളൂ. തീർച്ചയായിട്ടും അന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അവിടെ മറുപടി ഉണ്ടാവും. നീതി കിട്ടാത്ത ആർക്കാണ് എന്ന് അപ്പം നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും നീതി കൊടുക്കും. ഒരാൾ പറഞ്ഞാലും അത് ആരോട് പറഞ്ഞു, എപ്പ പറഞ്ഞു, ഏത് സാഹചര്യത്തിൽ പറഞ്ഞു, ഇതെല്ലാം നമ്മൾ അന്വേഷിക്കണ്ടേ? ഇതിപ്പോ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ ന്യൂസൊക്കെ കാണുന്നത്. ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ടൊരു കംപ്ലൈന്റോ അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിച്ചിട്ട് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ നമുക്കിത് ഇങ്ങനൊരു ഇത് കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുന്നില്ല അവിടെ. ഇന്നലെ വാർത്താ മാധ്യമങ്ങൾ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് വ്യാജ പരാതി കൊടുത്തു. പരാതി വ്യാജമല്ല, അടിസ്ഥാനമുള്ള പരാതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ കയ്യിൽ പ്രൂഫുണ്ട്. എനിക്ക് ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കേസ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് വിളിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി.